ജൂൺ 4 വോട്ടെണ്ണലിനായുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു രാഷ്ട്രീയ കേരളം. ഏതായാലും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കണ്ണൂരിൽ LDFും UDFും ഉള്ളത്. 50,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് UDFിന്റെ കണക്കുകൂട്ടൽ. ജയം ഉറപ്പെങ്കിലും ഭൂരിപക്ഷം എത്രയെന്ന് പറയുന്നില്ലെന്ന് LDF. പോളിംഗ് ശതമാനത്തിലെ കുറവ് ആരെ തുണച്ചുവെന്നതും ശ്രദ്ധേയം. ജനനായകൻ ശ്രീ കെ സുധാകരൻ ഇതായി വെളിച്ചാരിയിലൂടെ കടന്നു വരികയാണ്. എക്കാലത്തും ഏത് തെരഞ്ഞെടുപ്പിലും വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടമാണ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. 2024-ലും ചിത്രം വ്യത്യസ്തമല്ല. സിറ്റിംഗ് MP കെ സുധാകരനും CPIM ജില്ലാ സെക്രട്ടറി ME ജയരാജനും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ C രഘുനാഥ് NDAയ്ക്കായി കളത്തിലിറങ്ങി. പോളിംഗ് ശതമാനത്തിലെ കുറവിൽ ഇരു മുന്നണികൾക്കും ആശങ്കയുണ്ടെങ്കിലും ചങ്കിടിപ്പേറുന്നത് UDFിനാണ്. അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് പോളിംഗിൽ കുറവ് രേഖപ്പെടുത്തിയത്. 2019-ൽ 83.21% പോളിംഗ് ഇത്തവണ 77.21 കുറഞ്ഞു. UDFിന്റെ നിയമസഭാ മണ്ഡലങ്ങളായ ഇരിക്കൂറിലും പേരാവൂരിലും പോളിംഗ് കുറഞ്ഞു. ഇരിക്കൂറിൽ 2019-ലെ 80.98%, 2024-ൽ 72.50 കുറഞ്ഞപ്പോൾ പേരാവൂരിൽ 81-ൽ നിന്ന് 74.54 കുറഞ്ഞു. അഴീക്കോടിൽ 2019-ലെ 81% പകരം 74.84 2024-ലെ വോട്ടിംഗ് ശതമാനം. കണ്ണൂരിൽ 79-ൽ നിന്ന് 74.84% പോളിംഗ് കുറഞ്ഞു. വിവാദ പ്രസ്താവനകളിലടക്കം കെ സുധാകരനോട് അതൃപ്തിയുള്ള ലീഗിലെ ഒരു വിഭാഗം എങ്ങനെ ചിന്തിച്ചു എന്നതും UDFിന്റെ ആശങ്ക കൂട്ടുന്നു. എന്നാൽ ഇതൊന്നും ബാധിക്കില്ലെന്നും 50,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ കെ സുധാകരൻ വീണ്ടും ജയിക്കുമെന്നുമാണ് UDFിന്റെ വിലയിരുത്തൽ. കണ്ണൂർ പാർലമെന്റിൽ ഏറ്റവും ചുരുങ്ങിയത് 50,000-ന് മുകളിലോട്ട് മറ്റനുകൂലമായ ഘടകങ്ങൾ, അതായത് സംഘടനാപരമായ ഉള്ള കാര്യമാണ്, മറ്റനുകൂലമായ ഘടകങ്ങൾ കൂടി വരുമ്പോൾ അതൊരു പക്ഷേ അതിന് മുകളിലേക്ക് തന്നെ മാറാൻ വേണ്ടി ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു വൻ മുന്നേറ്റമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് കൂട്ടുന്നത് സംഘടനാപരമായ നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ അതിനപ്പുറത്തേക്കാണ്. നമ്മൾ ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് നമുക്ക് കിട്ടുന്ന മറ്റ് പുറമേ നിന്നുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള വലിയൊരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ അതിൽ കൂടുതൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുവാൻ വേണ്ടി സാധിക്കും. എല്ലാ കണക്കുകൂട്ടലുകളും കഴിഞ്ഞപ്പോൾ വിജയം സുനിശ്ചിതമെന്ന് LDF സ്ഥാനാർത്ഥിയും CPIM ജില്ലാ സെക്രട്ടറിയുമായ ME ജയരാജൻ അവകാശപ്പെടുന്നു. എന്നാൽ കൃത്യമായ ഭൂരിപക്ഷം പറയാൻ LDF ഇപ്പോൾ തയ്യാറാകുന്നില്ല. പിന്നെ ഭൂരിപക്ഷം ജനങ്ങൾ നിശ്ചയിച്ച ഭൂരിപക്ഷമാണ്. അത് ജനങ്ങളിൽ നിന്ന് കണ്ണൂരിൽ LDF വിജയിപ്പിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് BJPക്ക് പകരമല്ല, BJPക്കൊപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാർ BJPയിലേക്ക് ചേക്കേറിയത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അതെല്ലാം കൊണ്ടാണ് BJP വിരുദ്ധവും കോൺഗ്രസ് വിരുദ്ധവുമായ ഒരു പൊതുജന വികാരമാണ് കേരളത്തിൽ ഉയർന്നു വന്നത് എന്നത്. അത് തീർച്ചയായും കണ്ണൂരിലും പ്രതിഫലിച്ചിട്ടുണ്ട്. LDF കണ്ണൂരിൽ വിജയിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ C രഘുനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായോ എന്ന സംശയം NDAയ്ക്കുണ്ട്. അങ്ങനെ വോട്ടുകൾ മറിഞ്ഞെങ്കിൽ അതെങ്ങോട്ട് എന്നതും പ്രസക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമെങ്കിലും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേരിയ മുൻതൂക്കം UDFിനാണ്. ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങൾ UDFിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. നിലവിൽ LDFിനൊപ്പമെങ്കിലും അഴീക്കോടും കണ്ണൂരും UDFിന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലങ്ങൾ തന്നെ. തളിപ്പറമ്പും മട്ടന്നൂരും ധർമ്മടവും LDFിന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഉരുക്ക് കോട്ടകളാണ്. 2019-ൽ 94,559 വോട്ടുകൾക്കാണ് കെ സുധാകരൻ PK ശ്രീമതിയെ പരാജയപ്പെടുത്തിയത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നെന്ന് മുന്നണികൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്തായാലും വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ ആകാംക്ഷ നിലനിർത്തുന്നതാവും കണ്ണൂരിലെ ഫലമെന്ന് ഉറപ്പാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.